ഈ മണ്ണ് ഞങ്ങളുടെ പ്രാണനടാ. ആകാശത്തോളം ഉയരത്തിൽ വേലി കെട്ടിയാലും അത് ഞാൻ പറന്നു കിടക്കും. അധികം പറഞ്ഞ അരിഞ്ഞ് ഞാൻ ആ കാലി പട്ടിക്കിട്ട് കൊടുക്കും. ഈ കാല് തിന്നാൻ ഒരു പട്ടിയും അവിടെ വളർന്നിട്ടില്ലടാ. ബെസ്റ്റ് കാല്. പോടാ. നിന്നെ ഞാനൊന്ന് വെച്ചേക്കൂടാം. എന്താടാ കോഴിക്കാല? കോഴിക്കാല് നിന്റെ അച്ഛൻ കോഴിക്കുറിപ്പിന്റെ. സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തലതെറിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. കാറെടുത്ത് വേഗം പറഞ്ഞു, അല്ലെങ്കിൽ അനിയന്റെ അളിയന്റെ ശവം ഇപ്പൊ വീഴും. അവര് നാരായണ മാഷിന്റെ പറമ്പിന്റെ വഴി അടയ്ക്കാൻ പോയിരിക്കുക. ആരോട് പറമ്പിന്റെ വഴിയാണോ? നീ ഇങ്ങോട്ട് വന്നേ. വീട് നിന്റെ അനിയൻ ചന്ദ്രപ്പന്റെ കല്യാണക്കാര്യം പറയാനാ ചിന്നക്കുറുപ്പ് വന്നേ. കുറെ കാലം വട്ടമിട്ട് നടന്നിട്ട ഈ കാട്ടുപുത്തിനെ ഞാനൊന്ന് തളപ്പിട്ട് പിടിച്ചത്. അപ്പോഴാ അവിടെ ഒരു അയാളുടെ മുമ്പിച്ചനെ പറയണോടി പോത്തേ. കല്യാണത്തിന് മാല ഇടുമ്പോ ചെറുക്കന്റെ കഴുത്തിൽ തല കണ്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ചിന്നക്കുറിപ്പ് വെറുതെ ഇരിക്കുവോ? ഇരിക്കുമെങ്കിൽ നിങ്ങൾ പോണ്ട. ഇവിടെ വെച്ച് ഈ പരാക്രമം അവസാനിപ്പിച്ചാൽ ആ വേലി പൊളിച്ച് ഞങ്ങൾക്ക് അകത്തോട്ട് പോവായിരുന്നു. എനിക്ക് ഇവനെ പോലെ ചാടാൻ വയ്യ. ഹൈ ജമ്പിൽ ഞാൻ പണ്ടേ മോശ. ജനാർദ്ദന, ഇവിടെ വേലി അടിച്ച് പിണ്ണം വെക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ല. എന്റെ മോളുടെ കല്യാണ നിശ്ചയ ദിവസം തന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സ്നേഹപ്രകടനം വേണോ കുറുപ്പേ? ഇതെന്റെ തറവാട്ട് പറമ്പാ. എന്റെ കുട്ടികളുടെ അമ്മയെ ദഹിപ്പിച്ചത് ആ തെക്കേ മൂലയിലാ. എനിക്ക് പറ്റിയ ഒരു കൈപ്പിഴ കൊണ്ട് ഈ പറമ്പ് കുറുപ്പിന്റെ കയ്യിലായി. കോടതിയിൽ ഇപ്പോഴും കേസുണ്ടല്ലോ. വഴി കെട്ടിയടക്കരുതെന്നും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നും വായിച്ചാ മനസ്സിലാവുന്ന ഭാഷയിൽ ജഡ്ജി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഹൈ ജമ്പ് ചാടിക്കണേ? എന്നാ പിന്നെ ക്രിക്കറ്റ് ആക്കണോ? എനിക്കും എന്റെ മോന് ക്രിക്കറ്റ് ഇഷ്ടാ. അച്ഛാ, ചവിട്ടി പൊളിച്ചിങ്ങോട്ട് വാടാ. വേണ്ട. മാഷ് നേരെ കത്തി ഓങ്ങി തുമ്പശ്ശേരി കുറിപ്പിന് ഒരു മണ്ണും വെട്ടി പിടിക്കണ്ട. മുള്ളു നോക്കണേ, മുള്ളു. വഴി കെട്ടിയടക്കാൻ മുതലാളിയല്ലേ ഇവരോട് പറഞ്ഞത്? അച്ഛൻ വന്നപ്പോ എന്താ വേറൊരു കളി കളിക്കണത്? അതേ കളി. അല്ലെങ്കിൽ ഞങ്ങൾ കളി മാറ്റും. കേട്ടോ മാഷെ, ഇവന്മാർ ചെയ്തത് തെറ്റ്. അതിന് ഞാനൊന്ന് താണ് തന്നു. ഞാൻ താണ് തന്നപ്പോ ഇവരെന്റെ മേലെ കയറുന്നത് അത്ര ശരിയല്ല. ഇറങ്ങാൻ പറ. മനഃപൂർവ്വം മോളിൽ കയറിയിട്ട് പിന്നെ ഇറങ്ങി വന്നിട്ട് ഒരു കാര്യമില്ല. മതിയടാ, ഇറങ്ങി വന്നിട്ട് അതങ്ങോട്ട് വൃത്തിയായിട്ട് പൊളിച്ചു കളാ. വച്ചോണ്ടിരുന്ന എല്ലാവരുടെ കല്ലും മുള്ളു ഇറക്കി. കേട്ടോ തുമ്പശ്ശേരി കുറുപ്പേ, ഇവര് ഈ കാണിച്ചത് ഞാൻ ക്ഷമിച്ചു. ഇനി അവര് കാണിക്കാൻ പോണത് കുറുപ്പ് അങ്ങോട്ട് ക്ഷമിച്ചേക്ക്. തുമ്പശ്ശേരി എങ്ങനാ വെട്ടും കുത്തും ഒക്കെ കഴിഞ്ഞ് ഇങ്ങ എത്താൻ എത്ര വൈകാറുണ്ടോ? വെട്ടാനും കുത്താനും അധികം നേരമൊന്നും വേണ്ടല്ലോ. ഇന്നാരെങ്കിലും തിരിച്ചു വെട്ടിക്കാണും. അതാ ഇത്രയും താമസം. ചിന്നക്കുറുപ്പ് എങ്ങനാ? ഇവിടുള്ള ആൾക്കാരെ പോലെ ഈ ചോര കുടിക്കുന്ന കൂട്ടത്തിലാണോ? ചോര കുടിക്കുവോന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ ഞാനും തുമ്പശ്ശേരി ഒറ്റക്കെട്ട. അതുകൊണ്ടല്ലേ വത്സലകുമാരി അമ്മയുടെ അനിയൻ ചന്ദ്രപ്പന് എന്റെ രുക്മിണിയെ കല്യാണമാലോചിച്ച് തുമ്പശ്ശേരി വന്നപ്പോ ഞാൻ ഇതുവരെ എതിരൊന്നും പറയാഞ്ഞ്. ഇനി രുക്മിണി എങ്ങനെയാണോ ആവോ? അവളും ചോര കുടിക്കും എന്തോ. വത്സലകുമാരി അമ്മ പേടിച്ചു അല്ലേ? എന്നാ കേട്ടോളൂ, എന്റെ രുക്മിണി പാവാ. അവൾക്കൊരു തുമ്പപ്പൂ പറിച്ചെടുക്കാനുള്ള ധൈര്യം പോലും ഇല്ല. പിന്നല്ലേ ചോര. ആ ശവത്തിന് ഒരു നേരത്തെ ഇതിനകത്ത് കാണില്ല. എവിടെ പോയി കിടക്കാണോ എന്തോ. രുക്മിണി, രുക്മിണി, തെണ്ടി നടക്കാവും. തെണ്ടന്റെ പ്രായല്ലേ ആശ്രീകരം. രുക്മിണി, രുക്മിണി. ഒരു പണി എടുക്കില്ല, ഒരു വസ്തു ചെയ്യില്ല. ഏത് നേരം നോക്കില്ല തള്ളയുടെ മടിയില്ല. ആ തള്ളയ്ക്കാണെങ്കിൽ അതിനെ താലോലിക്കണത് പാൽപ്പായസം കുടിക്കണ പോലെയാ. ശരിക്ക് തേക്കടി. രുക്മിണി, രുക്മിണി, നിക്കടി. തള്ളയ്ക്ക് അമൃതത്തെ വിളമ്പുന്നതിന് മുമ്പ് ആ കുളിമുറിയിൽ ഇത്തിരി വെള്ളം കോരി വെച്ചൂടെ നിനക്ക്? അതും ഇനി ഞാൻ ചെയ്യണോ? എന്താടി നോക്കി പേടിപ്പിക്കണേ? ഇടി മഴയൊക്കെ കേൾക്കണല്ലോ. അകത്ത് മഴ പെയ്യുന്നുണ്ടോ? മഴ മാത്രല്ല, കൊടുങ്കാറ്റും ഉണ്ട്. ഇപ്പൊ കുളിമുറിയിൽ വെള്ളം കോരി വെക്കാത്തതാ പ്രശ്നം. ഞാൻ കോരി നിറച്ച വെള്ളത്തിൽ മുങ്ങി കുളിച്ച് വന്നിട്ടാ ഈ പറയണേ. എന്താ അരിദോശ? 3 ഗോതമ്പ് ദോശ വിഴുങ്ങിയാലൊന്നും മുത്തശ്ശിക്ക് വിശപ്പ് മാറില്ല. അതുകൊണ്ട് 2 അരിദോശ ഞാൻ കട്ടു. സ്വന്തം വീട്ടിൽ നിന്ന് അരിദോശ കക്കേ? സ്വന്തം വീട്ടിൽ കള്ളന്മാരുണ്ടായാ പിന്നെ കക്കാതെ വിശപ്പ് മാറുവോ? തുമ്പശ്ശേരി തറവാട്ടില് കല്യാണം ആലോചിച്ച് നടക്കുക അങ്ങേര്. അവിടുത്തെ ആണുങ്ങളുടെ കയ്യിൽ എത്ത് വേണ്ടു. അനുഭവിച്ചോളും. എന്നെ തുമ്പശ്ശേരി കുറുപ്പിന്റെ നരിമടയിലേക്ക് എറിയാൻ പോവെന്നാ പറയണേ. എന്റെ കുട്ടി ആ നരിമടയിലേക്ക് എറിയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ തറവാട്ടിന്റെ വലിച്ചാനിയ ഈ കാണുന്നത് മുഴുവൻ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. അവന്റെ ഭസ്മ അവിടെ മുഴുവൻ പാറി നടക്കണത്. നിന്റെ മനസ്സിന്റെ കരച്ചില് കാണാണ്ടിരിക്കുവോ? വരും. നിന്നെ രക്ഷിക്കാൻ ഒരാള് വരും, ഉറപ്പായിട്ടും വരും. എന്റെ കൃഷ്ണ.
പൂവ് എങ്ങനെയാ അമ്മിണിക്ക് കിട്ടിയേ? അമ്മിണി നേരത്തെ കുറച്ച് പൂ തന്നു പറഞ്ഞപ്പോ അവൾക്ക് എന്താ സ്വർഗത്തിൽ പൂക്കച്ചവടാണെന്നല്ലേ നീ ചോദിച്ചത്? അവള് തന്നത് ദാ ഈ പൂവാ. അവളെ ദഹിപ്പിച്ച ഈ സ്ഥലത്ത് ഞാൻ അന്ന് നട്ട ചെടിയാ ഈ വളർന്ന് പൂത്ത് നിൽക്കണത്. ഇതിങ്ങനെ പൂത്തത് ആദ്യമായിട്ട് ഞാൻ കാണണേ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. അവളിപ്പോഴും എന്റെ കൂടെയുണ്ട്. ആ ഒരൊറ്റ ധൈര്യത്തിലാ ഈ 2 മക്കളെയും വെച്ച് ഞാനിങ്ങനെ ജീവിക്കുന്നത്. എന്റെ അമ്മിണി, നിന്റെ ജീവൻ രക്ഷിക്കാനാ തുമ്പശ്ശേരി കുറുപ്പിന് ഞാൻ ഈ മണ്ണ് പണയം വെച്ചത്. ആ കുറുപ്പ് എന്നെ ചതിച്ചു. ഈ മണ്ണ് തിരിച്ചു വാങ്ങി നിനക്ക് മോക്ഷം തന്നിട്ടേ ഞാൻ മരിക്കൂ. അതിനു മുമ്പ് ദൈവം തമ്പുരാൻ വിചാരിച്ചാലും എന്റെ മക്കളെ വിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല. എനിക്കെന്നും നമ്മുടെ മക്കൾ കൂട്ടിനുണ്ട്. അവരെ നീ നല്ലപോലെ അനുഗ്രഹിക്കണം. കൊച്ചുകൃഷ്ണ, തുമ്പശ്ശേരി കുറുപ്പ് എന്റെ മാഷയും കുട്ടികളെയും ചതിക്കോ കൊച്ചുകൃഷ്ണ? അവരെ ഒറ്റയ്ക്കാക്കി പോവല്ലേ? ഏയ്, അവരെ ഞാൻ ഒറ്റയ്ക്കാക്കേ. നല്ല കഥ. അമ്മണിയടുത്ത് വിഷമിക്കാണ്ടിരിക്കെ. തുമ്പശ്ശേരി കുറിപ്പിന്റെ അടിവേര് മാന്തി ഞങ്ങൾ ഈ പറമ്പ് തിരിച്ചു പിടിക്കും. എന്താ പോരെ? മതി. ആ ഓലൊന്ന് മാറ്റി ഒരാളങ്ങോട്ട് കടന്നോട്ടെ. ഓലയിൽ കിടക്കാനോ? ഇത് മെയ്യാനുള്ളതാ. ആ കിണറ്റിനത്തിരി വെള്ളം കോരുക. കിണറ്റിൽ ആരും ഇല്ലേ? ഇവക്കൊരു കമ്മല് വാങ്ങാൻ രാവിലെ ദിനകരൻ പോകുമ്പോ തുമ്പശ്ശേരി കുറിപ്പ് വേലി കെട്ടി ഉടക്കി വെറുതെ സമയം പോയി. എന്നാൽ അത് പിന്നെ വാങ്ങിയാ മതി ദിനകരാന്ന് ഞങ്ങളൊക്കെ പറഞ്ഞതാ. അവനത് ഇന്ന് തന്നെ വാങ്ങണമെന്ന് ഒരേ നിർബന്ധം. ചിരിയെടുത്ത് എന്തിനാ കരയണേ? കണ്ണില് വെള്ളം നിറഞ്ഞല്ലോ. സന്തോഷം കൊണ്ടാ പെൺകുട്ടികൾക്ക് ഇത്രയും സ്നേഹമുള്ള ഏട്ടന്മാരുണ്ടാവുന്നത്. ഒരു ഭാഗ്യം തന്നെ. എനിക്ക് അങ്ങനെ ഒരെണ്ണത്തിന് ദൈവം തന്നില്ല. ഓ തുടങ്ങിയോ? ഉരുട്ടം വരട്ടെ പഠിക്കലേ. വരണ്ട ആൾക്കാരെ എത്താൻ ഇത്തിരി താമസം ഉണ്ടാവോ സംശയം. അവരും കൂടി വന്നിട്ട് ഉരുട്ടുന്നല്ലേ ഭംഗി. അതിന് വരണ്ട ആൾക്കാരല്ലല്ലോ ഞാൻ ഉരുട്ടുന്നത്. കബഡിയല്ലേ? ശരിയാണല്ലോ. ഉരുട്ടിക്കോളോ. ഞാൻ പറഞ്ഞ എത്ര കാര്യാക്കട്ടെ. വന്നു വന്നു മാഷേ വന്നു. മോളെ മോളെ ചെക്കന്റെ അച്ഛനും കൂട്ടരും വന്നു. മോളെ എന്റെ ഇടത്തേക്ക് സന്തോഷാവും. സന്തോഷം. മലതി അവര് വന്നു. ഞാൻ വൈകിയോ? ഏയ് ഉരുട്ടി ഇങ്ങോട്ട് എടുക്കണുള്ളൂ. ഇരിക്ക. മുഹൂർത്തം തെളിയണ നേരത്ത് തന്നെ പെങ്ങൾക്ക് ഇത്തിരി സ്വർണ്ണമായിട്ടാണ് ഏട്ടന്റെ വരവ്. ഇതിനപ്പുറം ഒരു മഹാഭാഗ്യം സഹദേവന് എന്താ വേണ്ടത്? മേസ്ത്രി പറ. ഒന്നും പറയാനില്ല. എന്റെ മോനാ സഹദേവൻ. ആരും അറിയാതെ അവൻ സ്നേഹിച്ച ദേവകന്യകയാ മാഷിന്റെ മോള് രാധ. മകൻ സ്നേഹിച്ച കന്യകയെ മകന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതാ പിതാവിന്റെ ധർമ്മം. അതെ, ആ ധർമ്മം ഞാൻ ചെയ്യുന്നു. അതിനിങ്ങനെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണക്ക് പറയേണ്ട യാതൊരു ആവശ്യമില്ല. കവടി ഉരുട്ടണേ ഉള്ളൂ മുതലാളി. ഇതുവരെ ഉറച്ചിട്ടില്ല. അധികാരി അയ്യപ്പ പണിക്കര്, തുന്നക്കാരൻ നാരായണൻകുട്ടി, പോസ്റ്റ്മാൻ മൈതൂട്ടി, കറവക്കാരൻ നാരായണൻ, അമ്പലക്കമ്മിറ്റി പ്രസിഡന്റ് സദാശിവ മേനോൻ, ശാന്തിക്കാരൻ അച്ചൂട്ടി. അങ്ങനെ ഈ നാട്ടിലെ സകല നാറികളും നിരന്നങ്ങനെ ഇരിപ്പുണ്ട്. മുതലാളി മാത്രം അവിടെ ഇല്ല. ആ അധികാരിയുടെയും ഹെഡ് കോൺസ്റ്റബിൾ കൊച്ചുകൃഷ്ണന്റെയും ഒക്കെ ഒരു തലക്കനം കാണണം. ഇരുത്തം കണ്ട ഇതിലും വലിയ തലയൊന്നും ഈ നാട്ടിൽ വേറെ ആർക്കും ഇല്ലാന്ന് തോന്നും. ഓ സത്യം പറഞ്ഞ ഇതാ തല. ഇത്രയും തറവാടിത്തമുള്ള ഒരു തല ഈ നാട്ടിൽ വേറെ ആർക്കും എടുക്കാനില്ല മുതലാളി. മുതലാളി പോവാഞ്ഞതും നന്നായി, അവര് മുതലാളിയെ വിളിക്കാഞ്ഞതും നന്നായി. താനിങ്ങനെ ഓടിപ്പാഞ്ഞ് ഇവിടെ വന്ന് ഓരോരോ ഗോളായിട്ട് അടിക്കണ്ട. വേണ്ട, മൊത്തത്തിലൊന്ന് കണ്ട് എന്താ അവരുടെ തീരുമാനം എന്ന് ഇവിടെ വന്ന് പറ. എന്നിട്ട് വേണം എനിക്കൊരു ഗോൾ അടിക്കാൻ. ഓ ഈ വരുന്ന 23-ാം തീയതി രാവിലെ ധനുരാശി കഴിയുമ്പോൾ ഒരു മുഹൂർത്തമുണ്ട്. പിന്നെ 7-ന് ചിങ്ങരാശിയിൽ ശുക്രോദയത്തിനു മുമ്പ് ഒരു മുഹൂർത്തമുണ്ട്. ഇക്കൊല്ലം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മുഹൂർത്തമായിരിക്കണം അല്ലേ അച്ഛാ? ആയിക്കോട്ടെ. ഒരു ഉശിരുള്ള മുഹൂർത്തം ആയിക്കോട്ടെ എന്നാ സഹദേവൻ പറഞ്ഞത്. അങ്ങനെ ഒരെണ്ണം കിട്ടുമോ മോനെ? പിന്നെന്താ, സഹദേവന് ഉശിരുണ്ടെങ്കിൽ ഉശിരുള്ള മുഹൂർത്തം തന്നെ നമ്മൾ പിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തുലാം 16-ന് ചന്ദ്രനും വ്യാഴവും ഏറ്റവും ഉശിരോട് ഒരേ രാശിയിൽ വരുന്നുണ്ട്. അവര് വന്നോട്ടെ, അവർക്ക് ഇത്തിരി ഉശിരുണ്ടായിക്കോട്ടെ. അന്ന് കാലത്ത് 10 കഴിഞ്ഞ് 10:45 ഒരു മുഹൂർത്തമുണ്ട്. അതിലും ഉശിരോടൊരു മുഹൂർത്തം ഈ പഞ്ചാംഗത്തിൽ ഞാൻ കാണുന്നില്ല. എന്നാ വേറെ പഞ്ചാംഗം വാങ്ങാം. വാങ്ങിയിട്ട് കാര്യമില്ല, അതിലും കാണില്ല.
തുലാം 16 എന്ന് പറയുന്നത് അത്ര ദൂരത്തൊന്നുമല്ല, അത് പെട്ടെന്ന് എത്തും. എപ്പോ വേണമെങ്കിലും എത്തിക്കോട്ടെ, ഞങ്ങളുടെ ഭാഗത്ത് സഹദേവ റെഡിയല്ലേ മോനെ. ഒരാൾ മാത്രം റെഡിയായ എങ്ങനെയാ കല്യാണം നടക്കുന്ന സംശയം. എല്ലാരോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്ത് കാര്യവും വെച്ച് താമസിപ്പിക്കുന്നതിലും ഒരർത്ഥമില്ല. ഇല്ല ഇല്ല, നേരത്തെ കല്യാണം കഴിച്ചാ അത്രയും നല്ലത്. അതോടെ അതെന്താണെന്ന് അങ്ങോട്ട് പിടികിട്ടൂലോ. അത് ശരിയാ. നിങ്ങളുടെ ഈ സ്നേഹവും സന്തോഷവും കാണുമ്പോ ഇങ്ങനെ ഒരു ജന്മം തന്നതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയാ. ഏത് മുഹൂർത്തായാലും ശരി, എന്റെ കുട്ടിയുടെ കല്യാണം എല്ലാവരും കൂടി അങ്ങോട്ട് നിശ്ചയിക്കുക. എനിക്ക് എന്റെ മോളുടെ കഴുത്തില് സഹദേവം മിന്നു കെട്ടുന്നത് കാണണം. എനിക്കും എന്റെ മക്കൾക്കും അവൻ അത്രയ്ക്ക് ഇഷ്ട. ഇനിയിപ്പോ ആരെങ്കിലും ഇതൊന്ന് തീരുമാനിച്ചില്ലേ മാഷ് അവിടെ ഇരുന്ന് കാര്യം? ഓ, തീരുമാനിക്കാനൊന്നുമില്ല, അത് തന്നെ മുഹൂർത്തം. എന്താ ഉച്ചകൃഷ്ണ, എന്താ മേസ്ത്രി, എന്താ ഇവിടെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താ ദിനകര? മതി, അത് ഉശിരുള്ള മുഹൂർത്തം തന്നെയാ. അപ്പോ വരുന്ന തുലാമാസം 16-ാം തീയതി മുഹൂർത്തം. മുഹൂർത്തം അടുക്കും തോറും ഉശിര് കൂടി കൂടി എല്ലാവരും ഒത്തുചേർന്ന് ഉശിരായി ഈ കല്യാണം നടത്തും.